എന്തുവാടെ ഇത്ര എക്സൈറ്റ്മെന്റ്? ഓ, നാളെ ചെമ്പട്ടോനെ പോകുന്നതിന്റെ അതിന് ഇരിക്കുമായിരിക്കും അല്ലേ? ഡാ, ഞാൻ ചെമ്പട്ടുവനെ തിരിച്ചു വന്നില്ലേ, നീ എന്നെ തേടി വരുവോ? ഇങ്ങോട്ടേക്കല്ല, പിന്നെ നീ എങ്ങോട്ടേക്ക് പോകാനാടാ? എന്താ ഞാൻ വെച്ചാൽ മലയുടെ കച്ചൻ വല്ല ആയോ? വൃത്തിയാക്കുന്നേ കണ്ടല്ലോ. ആ ഇല്ല, തമ്പ്രാന്റെ കുഞ്ഞു വരുന്നുണ്ട്, അതാ. അവൻ കുറെയൊക്കെ വിറ്റ് തീർത്തു. ഇത് വിൽക്കാനാ വരുന്നതെന്ന് ആർക്കറിയാം. എന്തായാലും നാനാശം കൈവച്ച് അനുഭവിച്ചതെല്ലാം കൈവിട്ട് പോകുമല്ലോ. സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആ കുടുംബത്തിന് സഹായം കിട്ടാത്ത വീടുകളില്ല. അവരെന്തിനായിരിക്കും അത് ചെയ്തത്? കുഞ്ഞേ, ഇതുവരെ പൂക്കാത്ത പേരയും മാവും ഒക്കെ പൂത്തു. ആരെയോ കാത്തിരുന്ന് വരവേൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിനെന്താ, ഞാൻ വന്നില്ലേ? മോൻ കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. ഓ, ആയിക്കോട്ടെ. ഇതാരാ? എന്റെ മോനാ. ഹായ്. ഹായ്, കുറച്ചുകളുണ്ടാവും ഇവിടെ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ശരിയെന്നാ, കാണാം. ദാ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ആ, ഫുഡൊക്കെ കഴിഞ്ഞു. ആ, ഞാൻ തന്നെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയ വെളിയിലോട്ട്. എന്നിട്ട് വിളിച്ചോ നിന്നെ? ആ, ഓക്കെ. ഡാ, ഞാൻ വൈകിട്ട് വിളിക്കാം. എടാടാ, പിന്നെ അവൻ വിളിച്ചായിരുന്നു നിന്നെ? അയ്യോ, മോനെ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. വേണ്ട, ചേട്ടൻ പൊക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. മോനെ, ആ സംഭവത്തിന് ശേഷം ഇവിടെ ആരും കിടന്നിട്ടില്ല. മോന് കൂട്ടായിട്ട് ഞാനിവിടെ. വേണ്ട, ചേട്ടൻ പൊക്കോ, കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ഉമ്മറത്ത് കിടക്കാൻ. വേണ്ട ചേട്ടാ, പൊക്കോ. എനിക്ക് കൂട്ടിന് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. രാവിലെ വന്നോ. അങ്ങനെ കേട്ടെ.
16 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ചെമ്പട്ടുമനയിൽ വന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മരണകാരണം അറിയാനാണ്. ആ കാരണങ്ങൾ ഞാൻ അറിഞ്ഞു. ആ കാരണങ്ങളും ഞാനും ഈ ചെമ്പട്ടുമന വിട്ടു പുറത്തു പോകില്ല. അവൻ്റെ ദേഹത്ത് പാടൊന്നും വീഴാൻ പാടില്ല. കാര്യം കഴിഞ്ഞ ഉടനെ നീ നിന്റെ അമ്മയുടെ വീട്ടിൽ പൊയ്ക്കോണം. കേട്ടല്ലോ? കുഴപ്പമല്ലോ. ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് പലതും ചെയ്തിട്ടുള്ളതാ. നാട്ടുകാർ പറയും ഇവിടെ പ്രേതം ഉണ്ടെന്ന്. അതങ്ങ് അതുവഴി പൊയ്ക്കോളും. നീ വിഷമിക്കണ്ടാ. ബ്രോ, ഈ ചെമ്പട്ടുമനേക്കുള്ള വഴി ഏതാ? എന്റെ പൊന്നു ബ്രോ, അങ്ങോട്ടൊന്നും പോകല, അവിടെ മൊത്തം പ്രേതങ്ങളാ. ചിലർ പറയുന്നത് മനയിൽ പ്രേതശല്യമാണെന്നും വാസ്തുവിൽ വന്ന പോരായ്മകൾ കൊണ്ടാണ് ആർക്കും അന്തി ഉറങ്ങാൻ കഴിയാത്തത്. പക്ഷേ ചെമ്പട്ടുമനയ്ക്ക് ഇന്ന് അവകാശികളില്ല. ജനം പറയുന്നത് ചെമ്പട്ടുമനയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാറ്റിന് രക്തത്തിൻ്റെ ഗന്ധമാണെന്ന്.